വീക്കെൻഡ് വെക്കേഷൻ എന്തായാലും നമ്മൾ രാഹുലേട്ടൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ചേച്ചി അമ്മയും രാഹുലേട്ടനൊക്കെ നിൽപ്പുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ അവിടെ നിന്നിട്ട് ഭയങ്കര ചർച്ചയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഇലഞ്ഞിമരമുണ്ട്. ആ ഇലഞ്ഞിമരത്തിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയാലോ എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ. ഇപ്പോൾ പാലക്കാട് ഏരിയയിലൊക്കെ നല്ല കാറ്റും മഞ്ഞും ഒക്കെ ഉള്ള സമയം. പാടത്തൂടെ നടന്നപ്പോഴത്തേനും നല്ല സപ്പോർട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കയറിയപ്പോൾ തോട്ടിലാണെങ്കിൽ നല്ല വലിയ നീർക്കോലിയെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി ഇസ്റ്റു ആണ്. പാലക്കാടുകാരുടെ മെയിൻ ഫുഡാണ് ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ചെരുപ്പൊക്കെ കഴിയാനായിട്ട് ഇറങ്ങി. കാരണം കുറേ പൊടി പിടിച്ചിരിക്കുകയാണ്. ആ ടൈമിൽ രാഹുലേട്ടൻ എന്തെടുത്തു, ഊഞ്ഞാൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി ഏകദേശമൊക്കെ ഊഞ്ഞാൽ കെട്ടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാൻ ചെന്നാണ് ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞു, മര്യാദയ്ക്ക് എണ്ണീറ്റ് പോടി തേണ്ടി എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിട്ടു. അങ്ങനെ എന്തായാലും ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാക്കി ചെരുപ്പൊക്കെ കഴുകി ഷൂ ഒക്കെ കഴുകിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ഉണക്കാൻ വെക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് രാഹുലേട്ടൻ എന്തായാലും ഊഞ്ഞാൽ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിനിയും നാടണം. അങ്ങനെ രാഹുലേട്ടൻ എന്നെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇച്ചിരി സ്പീഡ് കൂട്ടി ആട്ടിയപ്പോഴത്തേനും ഞാൻ എൻ്റെ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൂട്ടനാണെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോൾ അവനെ ഇരുത്തി രാഹുലേട്ടൻ ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഊഞ്ഞാലിൻ്റെ ബലം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാഹുലേട്ടൻ ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ കല്യാണരാമൻ്റെ അകത്ത് ഇന്നസെൻ്റ് ഇരുന്ന് ആടുന്ന പോലെ ഇല്ലേ?